ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു, മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യണമല്ലോ. ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ വർക്കിൻ്റെ തിരക്കൊക്കെ ചെയ്ത കാരണം സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് കണ്ടോ എൻ്റെ എല്ലാം ഭയങ്കര ടാനൊക്കെ അടിച്ച് ഭയങ്കര ഇതായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് എന്താ പറയുക, കുറേ വർക്കിൻ്റെ തിരക്കൊക്കെ ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ വർക്കിൻ്റെ പരമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു എന്താ പറയുക, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഫേഷ്യലിൻ്റെ ഒരു പാക്ക്, അതായത് 2-in-1 പാക്ക്, രാഗ പ്രൊഫഷണലിൻ്റെ എക്സ്പ്രസ് ഫേഷ്യൽ നോർമൽ ടു ഓയിലി സ്കിൻ സിംഗിൾ യൂസ്. പിന്നെ എത്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1+1, അതായത് 2 പ്രാവശ്യം ഉപയോഗിക്കാം. നമുക്ക് ഒരു മാസത്തിൽ ഇതൊരെണ്ണം മേടിച്ചാൽ മതി. ഇതിന് വില വരുന്നത് 225 രൂപയാണ് ഈ 2 സാക്ഷയ്ക്കും. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു 110-112 രൂപ. പക്ഷേ ഇത് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഒരു 1500-2000 ആ ഒരു ബേസിൽ വരും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഇതൊരെണ്ണം ഇങ്ങനെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും എന്ന് തോന്നുന്നു. ഇതാണ് ഈ സാധനം. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, അത് നമുക്കൊന്ന് പൊട്ടിക്കാം. 2 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണേ. നമുക്കിതിന് പൊട്ടിക്കാം. ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സാഷകളായിട്ടാണ് വരുന്നത്. കണ്ടോ, 2, 3, 4, 5, 6 സാഷകൾ, 6 സ്റ്റെപ്സാണ് അപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഇത് ഒരേന്നും എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാഷ പൊട്ടിക്കാൻ പോവാണ്. ഇത് ക്ലെൻസറാണ്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഇത് നമുക്കൊന്ന് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഓയിലി പോലെയാണ് ഇരിക്കുന്ന ഒരു ലിക്വിഡ് ടൈപ്പാണ്. ഇത് നമുക്കിന് ഫേസിലേക്ക് ആദ്യം അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേഷ്യൽ തുടങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ്. ഇത് നന്നായിട്ട് നമ്മുടെ ഫേഷ്യൽ കഴുത്തിലൊക്കെ ഇട്ടു കേട്ടോ. അതായത് ഒറ്റ യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് തോന്നണ 2 പേർക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ട് എന്ന് തോന്നണേ. ക്ലെൻസർ ഒരു ഫേസ് വാഷ് പോലെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക കേട്ടോ. കഴുകണ്ടതേ കണ്ടോ, ഞാനിപ്പോൾ തന്നെ നല്ല ടിഷ്യൂ വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് തുടച്ചെടുക്കാം. അതായത് നമ്മുടെ ഒരു ക്ലെൻസ് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം തുടങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടൊക്കെ എടുക്കണമല്ലോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ക്ലെൻസ് ചെയ്ത്, അപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്ത് നന്നായിട്ട്, ക്ലെൻസറായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ക്ലെൻസ് നന്നായിട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നനഞ്ഞ കോട്ടൺ തുണി വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് സ്ക്രബ് കാണിച്ചു തരാം. ഒരു ഇത്തിരി ജെല്ല് പോലെ ഇരിക്കണം, നമ്മുടെ ആവശ്യത്തിന് എടുക്കാതെ. ഇതാണ് സ്ക്രബ്. ഇത് നമുക്ക് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാം. സ്ക്രബ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീപ്പായിട്ട് കിടക്കുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അകത്ത് കിടക്കുന്ന എന്താ പറയുക അഴുക്കുകൾ എല്ലാം ഈ സ്ക്രബ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വീഴും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ലൈറ്റ് മസാജ്, അതായത് സ്ക്രബ് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലൈറ്റ് മസാജ്. മെയിനായിട്ട് വേണ്ടത് ഇവിടേക്കായിരിക്കും വൈറ്റ് ഹെഡ്സൊക്കെ, ചെറിയ വൈറ്റ് ഹെഡ്സൊക്കെ വന്നെങ്കിൽ ഇവിടെ നെറ്റിയിൽ ഈ കവിളത്തേക്കുള്ള വൈറ്റ് ഹെഡ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാജ് കണ്ട ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ. ഇതിനകത്തൊരു സർക്കുലർ മോഷൻ കണ്ട ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഇത് വേറെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
കണ്ണ് വേണ്ട, ബാക്കി എല്ലായിടത്തും. അങ്ങനെ ഞാൻ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുരുക്കൾ എനിക്കിപ്പോൾ അങ്ങനെ ഇല്ല, നല്ലപോലെ വലിയ കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റീമറില്ല, നമ്മൾ ആവി കൊള്ളണ മെഷീൻ മേടിക്കാൻ കിട്ടും, 100-150 രൂപ ഉള്ളൂ. അത് നമ്മൾ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ സ്റ്റീമർ വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യണ ഒരു സാധനം നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവർ എന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 10-15 രൂപ, അല്ലെങ്കിൽ നമുക്ക് ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടും. അത് വെച്ച് നമുക്ക് ഈ കുരുവൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിച്ചെടുക്കും. എനിക്ക് പിന്നെ അങ്ങനെ അത്ര ഡീപ്പായിട്ട് കുരുവില്ല, അതുകൊണ്ട് ചെറിയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രബ് നന്നായിട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഊരിപ്പോരും, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ട് തുടച്ചെടുക്കാം. ഇതേപോലത്തെ സ്പോഞ്ച് വെച്ചിട്ടാണ് തുടയ്ക്കണത്. അതെ, നല്ലപോലെ അപ്ലൈ ചെയ്ത് എവിടെയൊക്കെ ഉണ്ടെങ്കിൽ മഴയില്ല. അങ്ങനത്തെ സ്ക്രബ് ഞാനിങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സ്കിന്നിങ് നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങളുടെ ആ തരിതരിപ്പ് പോലുള്ള കുരുക്കളൊക്കെ പോയി നല്ല സ്കിൻ സ്മൂത്തായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പാണ് എന്താ പറയുക, ടോണർ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ രാഗ പ്രൊഫഷണലിൻ്റെ ഇതിനകത്ത് ടോണർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചിലപ്പോൾ ചിലതിൽ ടോണർ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് ടോണർ ഉള്ളത് കാരണം നമ്മളിത് ടോണർ യൂസ് ചെയ്യാണ്. പല ബ്രാൻഡിൻ്റെയും കിട്ടും. നിങ്ങളിപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ബ്രാൻഡിൻ്റെയും സാഷേ പാക്കറ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ടോണർ ഉണ്ട്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, രാഗയുടെ പ്രൊഫഷണലിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റ്. ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നല്ല, നമ്മുടെ രാഗയുടെ സൺ ടാൻ റിമൂവറൊക്കെ നല്ല അടിപൊളി സാധനമാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. അതിൻ്റെ തന്നെ ഒരു ഫേഷ്യൽ കിറ്റാണ് സാഷ, അവരുടെ കമ്പനി ഇറക്കിയാക്കുന്ന ഒരു പുതിയ ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ടോണർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോട്ടൺ എടുക്കുക. കോട്ടൺ നമുക്ക് അതിനകത്തേക്ക് എടുത്തിട്ട് ടോൺ ചെയ്തെടുക്കുക. അല്ല, നല്ലപോലെ ഇനി ടോണറൊന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ടോണറൊന്ന് സ്കിന്നിലേക്ക് വലിച്ചെടുക്കട്ടെ. ഒരു 2-3 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഡ്രൈ ആവും. അപ്പോൾ നമുക്കിത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ടോണറിട്ട് ഒരു 2-3 മിനിറ്റ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് വലിച്ചെടുക്കും. അത് റിമൂവ് ഒന്നും ചെയ്യേണ്ട. ടോണർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, നമ്മുടെ മസാജ്. ഇതാണ് മസാജ് ജെല്ലാണ്. ഈ കമ്പനിക്ക് ജെല്ലാണ്, ചിലവരുടെ ക്രീമായിരിക്കും. ഇപ്പോൾ ഇവിടെ ജെൽ ടൈപ്പാണിത്, കാണിച്ചു തരാം. കണ്ടോ, ജെൽ ടൈപ്പ്. പക്ഷേ ഇത് കുറേ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കുറേ ഉള്ളതെന്ന്. പക്ഷേ ഇത് കുറേ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ കുറേശ്ശെ വേണം എടുത്ത് യൂസ് ചെയ്യാനായിട്ട്. നമ്മളിത് ജെല്ലെടുത്തിട്ട് നമ്മൾ ഫേസിലെല്ലായിടത്തും അപ്ലൈ ചെയ്യണം. ഫുള്ളും ആദ്യമേ തേക്കണ്ട, കുറേശ്ശെ എടുത്തിട്ട് അപ്ലൈ ചെയ്യണതിനനുസരിച്ച് തേച്ചാൽ മതി. കാരണം ജെല്ല് നമ്മളൊരു 15 മിനിറ്റ് ടു 20 മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജെല്ല്. ഇപ്പോൾ നമുക്കിങ്ങനെ മസാജ് ചെയ്യാനുള്ള മെഷീൻസൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ 2 കൈ എടുക്കുക, നല്ലപോലെ മസാജ് ചെയ്യുക. കാരണം ഇത് വാഷ് ഔട്ട് ചെയ്യേണ്ട, മസാജ് ചെയ്ത് നമ്മുടെ സ്കിൻ വലിച്ചെടുത്തോളും. അപ്പോൾ നമ്മൾ കുറേ നേരം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ജെല്ലൊക്കെ നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ജെല്ലെടുക്കുക, പിന്നെയും അതേപോലെ എടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, നെറ്റിന്ന് തുടങ്ങിയിട്ട് നമുക്കെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഇങ്ങനെ ചെയ്യരുത്, എല്ലാം പൊക്കത്തേക്ക്, അതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നാലും സ്കിൻ നമ്മുടെ ടൈറ്റ് ആവുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് സാഗാവും. അപ്പോൾ നമ്മളെല്ലാം ബാക്ക്വേർഡ് പൊസിഷനിൽ ചെയ്യാം. കഴുത്തിനെ ചെയ്യണം കേട്ടോ.
നമ്മളിങ്ങനെ മസാജ് ചെയ്തതേ ക്രീം കുറേ ഉണ്ടായിരുന്നു, ഒരു 3-4 പ്രാവശ്യം എടുക്കാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ജെല്ല് നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യണതാണ്. അങ്ങനെ ഒരു 15 മിനിറ്റ് മിനിമം എങ്കിലും 15 മിനിറ്റ് ചെയ്താലാണ് ഈ ജെല്ല് അകത്തേക്ക് പോവുള്ളൂ, സ്കിന്നിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ജെല്ലാണ്, ചിലതിൽ ക്രീമായിരിക്കും. അപ്പോൾ ക്രീം നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിന്നിങ്ങനെ വലിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ നല്ലപോലെ മസാജ് ചെയ്തിട്ടുണ്ട്, ഒരു 15-20 മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട്, മസാജിങ് ജെല്ല് വെച്ചിട്ട്. ഇനി നമ്മൾ റിമൂവ് ചെയ്യേണ്ട, ഇപ്പോൾ മസാജ് ക്രീം ആണെങ്കിലും റിമൂവ് ചെയ്യേണ്ട, നമ്മുടെ സ്കിന്നിലേക്ക് അത് പിടിച്ച് കഴിഞ്ഞ് നല്ലപോലെ ഇതായിക്കോളും. ഇപ്പം ഇത്തിരി ഉണ്ടായാലും കുഴപ്പമില്ല. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ മാസ്ക്. അപ്പോൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഇതൊന്ന് വൈപ്പ് ഓഫ് മാസ്ക് എന്നാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. നമുക്കിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണോ കിട്ടുന്നത് അത് നമ്മൾ നല്ലപോലെ സ്കിന്നിലേക്ക് ഇതിൻ്റെ പൊക്കത്ത് നിന്ന് തന്നെ നല്ലപോലെ ഇടാം. കണ്ണിൻ്റെ ചുറ്റും ഇടണ്ട, ബാക്കി എല്ലായിടത്തും നല്ലപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ മാസ്ക് ഫുള്ളും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ ചുറ്റും ഇട്ടിട്ടില്ല, ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റുള്ളൂ. 15 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാം. അങ്ങനെ ഒരു 15-20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ഉണങ്ങിയതേ കണ്ടോ, നമ്മൾ ഇട്ടതിനെക്കാട്ട് നല്ല സ്കിന്ന് ഉള്ളിലേക്കൊക്കെ വലിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യാം. വെറുതെ നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ ഐസ് വാട്ടറിലോ വാഷ് ഔട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ വാഷ് ഔട്ട് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ ഫേസൊക്കെ നല്ലപോലെ വാഷ് ഔട്ട് ചെയ്തിട്ട് നല്ലപോലെ തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു വ്യത്യാസം തോന്നുന്നില്ല, കാരണം എൻ്റെ സ്കിൻ ഭയങ്കര തൊടുമ്പോൾ നല്ല എന്താ പറയുക പരിപരിപ്പം പോലെ ഇരുന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇപ്പം ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് പോലെ ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡൾനെസ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ളൊരു സ്റ്റെപ്പാണ് ഇത്, നമ്മുടെ സൺസ്ക്രീൻ ലോഷൻ SPF 15 ആണ്. ഏറ്റവും ചെറുതാണ്, നമുക്ക് നമ്മുടെ ഇവിടെ ഒരു 50 ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിതിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. എന്നാലും ഞാനവിടെ പോണില്ല, എന്നാലും ഞാനൊരു ചെറുതായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഇതൊന്നും അറിയണം കേട്ടോ. ഒരിത് SPF ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ സ്കിൻ ഫുള്ളായിട്ട് അങ്ങനെ ഞാൻ SPF ഒക്കെ അപ്ലൈ ചെയ്തു. ഒരു ചെറിയ വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പിന്നെ ഇതൊരു SPF 15 ആണ്. നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന്, നമ്മുടെ ഒരു ഇന്ത്യൻ ക്ലൈമറ്റിന് ഒരു SPF 50 എങ്കിലും വേണം, എന്നാലേ നമുക്ക് അതൊക്കെ ഇട്ടിട്ട് പുറത്ത് പോയാലാണ് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം ടാൻ അടിക്കും. ഇപ്പം ഞാനിത് ഇട്ട് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് അപ്ലൈ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഈവനിങ്ങും ആണ്, ഞാൻ അവിടെ പുറത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ചെറിയ ചെറിയ സാഷെ പാക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. നമുക്കൊരു 1 മണിക്കൂറിൻ്റെയോ ഒക്കെ ആവശ്യമുള്ളൂ. 1 മണിക്കൂറും എന്താ പറയുക മാക്സിമം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ലപോലെ നല്ല റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നില്ലേ? അപ്പോൾ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് എന്താ പറയുക മാസത്തിൽ 2 തവണ, ഇപ്പോൾ ഇത് 2 എണ്ണം ഉണ്ടല്ലോ, 225 രൂപയ്ക്ക് 2 എണ്ണം നല്ലതാണ്. നമുക്ക് മാസത്തിൽ 2 തവണ 15 ദിവസം കൂടുമ്പോഴത്തേക്കും യൂസ് ചെയ്താൽ മതി. പിന്നെ അല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള എന്താ പറയുക ഫേസ് പാക്കൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതേപോലത്തുള്ള വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇത് ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.